എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ, വളരെയധികം പ്രണയാർദ്രമായ നിമിഷങ്ങൾ അല്ലേ? നമ്മുടെ നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ സമൂഹത്തിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ബിഗ് ബോസ്. ബിഗ് ബോസില് ഇപ്പൊ കത്തിക്കേറുന്ന ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അനുമോളുടെ അടുത്ത് അനീഷ് പ്രണയം, അതായത് വിവാഹം കഴിച്ചാലോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് സ്പോട്ടിൽ തന്നെ അനുമോള് മറുപടി പറഞ്ഞിരുന്നു, അയ്യോ ചേട്ടാ, എനിക്കൊരു 2 വർഷം കല്യാണത്തെ കുറിച്ച് ഞാൻ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് കരിയറിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെയാ ഇങ്ങനെ ഞാൻ ചേട്ടനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി അനു വളരെ നൈസായിട്ട് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ വന്നു. ലാലേട്ടൻ വന്ന എപ്പിസോഡില് അനീഷിനോടും അനുമോളോടും ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അനീഷ് ഒരു കോമണർ ആണ്. പുള്ളിയുടെ ആ ഒരു സ്നേഹവും അതുപോലെ അനുമോളോടുള്ള ഒരു പ്രത്യേക ഒരു കെയറിങ് ഒക്കെ കണ്ടപ്പോഴേ സംഭവം കത്തിയിരുന്നു. ഇതൊക്കെ തന്നെയാണ് അവസാനം സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് അനീഷിനെ മാത്രം ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അനുമോൾക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അനുമോള് ബിഗ് ബോസിനകത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ മറ്റാരോടും കാണിക്കാത്ത ഒരു അടുപ്പവും ഒരു കെയറിങ് ഒക്കെ അനീഷിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പല ടാസ്കുകളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പ്രത്യേകിച്ച് കാർ ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാസ്കില് അനുമോള് അനീഷിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോരെ ഒരു മനുഷ്യന് ഒരു ഇഷ്ടമൊക്കെ തോന്നാനായിട്ട്. പ്രത്യേകിച്ച് അനുമോളോട് അനീഷ് ഒരു ടാസ്കിൽ പറയുന്നുണ്ടായിരുന്നു, അനുമോളോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. കാരണം അനുമോള് മേക്കപ്പ് ചെയ്ത് തരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് ഓൾറെഡി അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും അനുമോള് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മനുഷ്യൻ ആ ഒരു രീതിയിൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവാം. അത് അയാൾ തുറന്നു പറഞ്ഞു. അവിടെ അനുമോളുടേതായിട്ടുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് 2 വർഷത്തിന് ശേഷം ഞാൻ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അനീഷേനെ ഞാൻ ആ ഒരു രീതി ചിന്തിച്ചിട്ടില്ല, അതൊക്കെ പറഞ്ഞു. ഓക്കെ. പക്ഷെ പിന്നീട് അനുമോള് ആദിലയോടും നൂറയോടും പറഞ്ഞ ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതായത് അനുമോള് പറയുന്നത്, ആ ചേട്ടന് 38 39 വയസ്സുണ്ട്, 2 വർഷം കഴിയുമ്പോൾ 41 42 വയസ്സാവും. അത്രയും പ്രായം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് എന്റെ ഒരു സെയിം ഏജോ അല്ലെ എന്നെക്കാട്ടി 2-3 വയസ്സ് പ്രായത്തിന് മൂത്ത ഒരാളെ കല്യാണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അനീഷിനെ ഒരു അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു സംസാരം അനുമോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇവിടെ നമുക്ക് അനുമോളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, ചേട്ടാ എനിക്കിപ്പോ പറ്റില്ല, എനിക്ക് 2 വർഷം താമസമുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അതൊരു നല്ലൊരു മറുപടി. പക്ഷെ ഈ ഒരു രീതിയിൽ പറയുന്നത് അത് ശരിയാണോ? അയാൾക്ക് അത്രയും പ്രായമുണ്ട്, അത്രയും പ്രായമുള്ള ആളെന്ന് എനിക്ക് വേണ്ട, അയ്യോ. ഇതൊക്കെ അനുമോൾ ഇപ്പൊ പറയുന്നു. ഈ പറയുന്ന അനുമോൾക്ക് എത്ര വയസ്സുണ്ട്? 30 വയസ്സുണ്ട്. ഓൾറെഡി കല്യാണ പ്രായമൊക്കെ ഒരു പെൺകുട്ടിയുടെ ഒരു നല്ല കല്യാണ പ്രായം എന്നൊക്കെ പറഞ്ഞ 24-25 വയസ്സൊക്കെയാണ്. ഇവിടെ അനുമോൾക്ക് 30 വയസ്സ് ഇപ്പൊ തന്നെ കഴിഞ്ഞു. അപ്പോ അനീഷിന്റെ ഒരു പ്രായം ഒരു 38-39 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഏജ് ഓവറായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അനീഷ് എന്ന് പറയുമ്പോൾ അനീഷ് ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച് ആ ഒരു ബന്ധം വേർപെടുത്തി നിൽക്കുന്ന ഒരാളാണ്. ആ ഒരു ആള് ഇങ്ങനെ ഒരു ഷോയിൽ വന്ന സമയത്തൊക്കെ നമുക്കും പുള്ളിയുടെ സ്വഭാവം ചില സമയത്തൊക്കെ ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, വളരെ സത്യസന്ധമായിട്ട് അവിടെ നിന്ന് ഗെയിം കളിക്കുന്ന ഒരാളായിട്ട് നമുക്ക് തോന്നിയിരുന്നു. ആ ഒരാള് ഈ ഒരു രീതിയിൽ മാറണമെങ്കിൽ അതിന് ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് ഹൗസിലുള്ള ചില ആൾക്കാരുടെ ഒരു സമീപനം കൊണ്ടായിരിക്കാം. ഷാനവാസ്, അനുമോള്, അങ്ങനെയുള്ളവരുടെ ഒരു സമീപനം കൊണ്ടാണ് അയാൾക്ക് ഇത്രയും മാറ്റം വന്നത്. അപ്പൊ അനുമോളോട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം അത് അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പെരുമാറ്റങ്ങളും പ്രവൃത്തികളും തന്നെയാണ്. അല്ലാതെ അയാൾക്കൊരു ഇഷ്ടം തോന്നി, പക്ഷെ അതിനുള്ള ഒരു വഴി ഒരുക്കിയത് അനുമോള് തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ അനുമോള് പറയുന്നു, അയ്യോ ഞാൻ ചേട്ടൻ ആ ഒരു രീതിയിലേ കണ്ടിട്ടില്ല, എന്റെ ഒരു ബിഗ് ബ്രദർ ആയിട്ടാണ് ഞാൻ കാണുന്നത്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ ഒരുപാട് ന്യായീകരണങ്ങൾ. എന്നിട്ട് ഇന്നത്തെ ലൈവില് അനീഷും അനുമോളും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനിപ്പിച്ചു. അതായത് അനീഷ് പറയുന്നുണ്ട്, അനുമോളെ എന്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് അനുമോളുടേതായിട്ടുള്ള ഒരു മറുപടിയും പറഞ്ഞു. ആ ഒരു പ്രശ്നം അവിടെ തീർന്നു, ഇനി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, അത് സ്റ്റോപ്പ് ചെയ്തു.
അത് മനസ്സിൽ വെച്ചിട്ട് അനുമോള് വിഷമിക്കണ്ട കേട്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞു. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അത് സാരമില്ല ചേട്ടാ, ചേട്ടനെ ഞാൻ എന്റെ ഒരു ബ്രദറിനെ പോലെയാണ് കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്തിട്ടും അനുമോള് പിന്നെ മാറി ഇരുന്നിട്ട് ആദിലയോടും നൂറയോടും ഈ ഒരു വിഷയത്തെ കുറിച്ച് തന്നെ സംസാരിക്കുന്നു. അപ്പൊ അനുമോൾക്ക് എന്തോ ഇത് തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കാൻ ഒരു ആഗ്രഹം പോലെ. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു, പിന്നെയും അതിനെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഈ ഒരു കണ്ടന്റ് വെച്ച് അനുമോള് വീണ്ടും ഒരു ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ഞാനും അനുമോളെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇവർക്ക് രണ്ടുപേരിൽ ആർക്ക് കപ്പ് കിട്ടിയാലും സന്തോഷമാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു അവസാന നിമിഷത്തില് അനുമോളുടെ ഈ ഒരു ഗെയിമിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അനീഷ് ഇങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞത് വെച്ചിട്ട്, അതായത് അനീഷ് ഇങ്ങനെ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞു, അത് ഇപ്പൊ രണ്ടുപേരും അങ്ങും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടും വീണ്ടും അനുമോള് അത് തന്നെ കണ്ടന്റ് ആക്കിക്കൊണ്ട് ആദിലയോടും നൂറയോടും ഷാനവാസിനോടും ഒക്കെ സംസാരിക്കുന്നത് അതൊരു നല്ല ഒരു ഗെയിം ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു മോശം പ്രവൃത്തിയാണ് ഇപ്പൊ അനുമോള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം അവിടെ കഴിഞ്ഞു, പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ വീണ്ടും വീണ്ടും അനുമോള് ആ ഒരു വിഷയത്തെ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല.